Hi all, welcome to Competitive Cracker. എൻ്റെ പേര് മിത്തു. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഡിഗ്രി പ്രിലിംസ് എക്സാം എഴുതുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ്. ഡിഗ്രി പ്രിലിംസ് അതിന്റെ ഡേറ്റ് ഒക്കെ വന്നത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞല്ലോ. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, SI ഇതേപോലുള്ള എക്സാംസിനുള്ള ഡിഗ്രി പ്രിലിംസിന്റെ ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങുക. നമുക്കറിയാം ഡിഗ്രി പ്രിലിംസിന് 20 മാർക്ക് എന്ന് പറഞ്ഞാൽ മാത്സ് ആൻഡ് റീസണിങ് എന്നുള്ള ഏരിയ എന്നാണ് അല്ലെ. അപ്പൊ അതിലെ ഇന്ന് ഞാൻ കുറച്ച് റീസണിങ്ങിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. കഴിഞ്ഞ കാലങ്ങളിൽ ഡിഗ്രി പ്രിലിംസിൽ നടന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ നിന്ന് ചോദിച്ചിട്ടുള്ള റീസണിങ് ക്വസ്റ്റ്യൻ. അപ്പൊ ഏതൊക്കെ ഏരിയ എന്നാണ് ചോദ്യം വരുന്നതെന്ന് നന്നായിട്ട് മനസ്സിലാക്കുക. ആ ഓരോ ടൈപ്പും അതെങ്ങനെ ചെയ്യാമെന്നും അതുപോലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിച്ച് അത് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നന്നായിട്ട് പഠിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Abel has a brother Tom. Abel is a son of Dennis. Danny is Dennis' father. In terms of relationship, what is Tom of Danny? എന്താണ് ബ്ലഡ് റിലേഷൻ എന്ന് പറഞ്ഞ ഒരു ഏരിയ എന്നുള്ള ചോദ്യമാണിത്. ഏബൽ ഹാസ് എ ബ്രദർ ടോം. അപ്പൊ ഈ ബ്ലഡ് റിലേഷനിലെ ക്വസ്റ്റ്യൻ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അത് റെപ്രസെന്റ് ചെയ്യാനായിട്ട് നമ്മൾ ഒരു രീതി പഠിച്ചു വെച്ചേക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾ ഒരു രീതി അത് പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെ ഫോളോ ചെയ്യുക. ഇപ്പൊ ഞാൻ അത് എങ്ങനെ എഴുതുന്നു ഞാനിപ്പോ പറയാം. അപ്പൊ ആ രീതിയിലായിരിക്കും ഞാൻ ചെയ്യുന്നത് അല്ലെ. അപ്പൊ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താ, ഓരോ ബ്ലഡ് റിലേഷനെയും അത് നമ്മൾ എങ്ങനെ, അതായത് ബ്രദറിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യണം, ഹസ്ബൻഡ് ആൻഡ് വൈഫിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യണം, മെയിൽ ഫീമെയിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യണം, അതിന് ഒരു കോഡ് പോലെ നമ്മൾ ഒന്ന് നന്നായിട്ട് പഠിച്ചത് മനസ്സിൽ ഉറപ്പിക്കുക. ആ ഒരു രീതിയിൽ ചെയ്തു പോയാലേ നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് ക്വസ്റ്റ്യൻ പറയുന്നതിനനുസരിച്ച് നമ്മളത് മാർക്ക് ചെയ്ത് പോവുക. ക്ലിയർ ആണോ? ഇപ്പൊ ഞാൻ റെപ്രസെന്റ് ചെയ്യുന്ന രീതിയാണ് ഞാൻ പറയുന്നത്. അത് തന്നെ ഫോളോ ചെയ്യണമെന്നില്ല. പഠിച്ചു വെച്ചത് ഒരിക്കലും ആരും മാറ്റണ്ട. ഇൻ കേസ് ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. നോക്കിയേ, ഹസ്ബൻഡ് ആൻഡ് വൈഫിനെ ഞാൻ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഒരു ആരോ മാർക്കിട്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫിനെ റെപ്രസെന്റ് ചെയ്യുന്നു. ഇനി സിബ്ലിങ്സ് അല്ലെങ്കിൽ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ആണെങ്കിൽ എന്താണ്ട് ഞാൻ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യും, കോമയിട്ട് റെപ്രസെന്റ് ചെയ്യും. അതുപോലെ തന്നെ അച്ഛനും മകനും, ഇപ്പൊ ദാണ്ട് ഇപ്പൊ എയും ബിയും ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. അതിൽ മെയിലിനെ ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത് പ്ലസ് വെച്ചും ഫീമെയിലിനെ ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു സർക്കിൾ ഇട്ടുമാണ്. ഇനി എയുടെ സണ്ണാണ് സി എന്ന് പറഞ്ഞാൽ ദാണ്ടെ ഓരോ ജനറേഷൻ ആണ് ഈ ഓരോരോ റോയിൽ കാണിക്കുന്നത് അല്ലെ. ഇതൊരു ജനറേഷൻ, ദെൻ ഇവരുടെ മക്കള് അത് ഒരു റോയിൽ ഇങ്ങനെ കാണിക്കുന്നു. സിബ്ലിങ്സിനെ ഇപ്പൊ സിയുടെ സഹോദരിയാണ് ബി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു, കോമയിട്ട് ഇവിടെ അപ്പൊ ഇത്രയും സഹോദരങ്ങളാണ് ഒരു ജനറേഷൻ. ഇനി സിയുടെ മകളാണ് എഫ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഇങ്ങനെ എഴുതും അല്ലെ. അപ്പൊ ഇത് എത്രയായി, 3 ജനറേഷൻ ആയി ഇതിനകത്ത്. അപ്പൊ ഇവിടെ എന്താ, 3 ജനറേഷനെയാണ് ഈ കാണിക്കുന്നത് അല്ലെ. അപ്പൊ ഹസ്ബൻഡ് ആൻഡ് വൈഫിനെ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു, സിബ്ലിങ്സിനെ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു, അതേപോലെ മെയിലിനെ ഫീമെയിലിനെ റെപ്രസെന്റ് ചെയ്യുന്നു അല്ലെ. അപ്പൊ അത്രയും കാര്യങ്ങൾ നമ്മൾ തന്നെ ഒരു രീതി ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. നോക്ക്, നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. ഏബൽ ഹാസ് എ ബ്രദർ ടോം. അപ്പൊ ഏബൽ ബ്രദർ ആണ് അല്ലെ. അപ്പൊ പേര് തന്നേക്കുന്നത് കൊണ്ട് തന്നെ അത് മെയിലാണെന്ന് നമുക്ക് അറിയാം, കുഴപ്പമില്ല. ഏബൽ ഈസ് ദ സൺ ഓഫ് ഡെന്നിസ്. ഏബൽ എന്ന് പറഞ്ഞാൽ ഡെന്നിസിന്റെ സണ്ണാണ്. അപ്പൊ ഇതാണ് ഇങ്ങനെ ഡെന്നിസ് അല്ലെ, ഡെന്നിസിന്റെ സണ്ണാണ്. ഡാനി ഈസ് ഡെന്നിസ് ഫാദർ. ഓക്കെ, ഡെന്നിസിന്റെ ഫാദർ ഡാനി. അപ്പൊ നമ്മൾ ഓരോരോ ജനറേഷൻ ആയതുകൊണ്ട് ഓരോരോ റോയിൽ കാണിച്ചു അല്ലെ. അപ്പൊ ഡാനിയുടെ മകൻ ഡെന്നിസ്, ഡെന്നിസിന്റെ മകൻ ഏബൽ. ഓക്കെ, ദെൻ ഇൻ ടേംസ് ഓഫ് റിലേഷൻഷിപ്പ് വാട്ട് ഈസ് ടോം? ടോം ആരാന്നാ പറയണത്, ശ്രദ്ധിച്ചോണം. ടോം ഓഫ് ഡാനി. അപ്പൊ ഇങ്ങനെ ഈ 2 ചോദ്യം ഇവര് തമ്മിൽ ആരാന്നാ ചോദിക്കണ്ട അല്ലെ. അതിൽ ആരുടെയാണ് റിലേഷൻ പറയുന്നതെന്ന് ആലോചിച്ചോണം. ഇൻ ടേംസ് ഓഫ് റിലേഷൻഷിപ്പ് വാട്ട് ഈസ് ടോം? ടോം ആരാന്നാണ് ചോദിക്കുന്നത്. ഡെന്നിയുടെ ആരാണ് ടോം? എന്താണ് ഡെന്നിയുടെ ആരാ? ഇപ്പൊ ഏബലിന്റെ സഹോദരൻ ആയതുകൊണ്ട് തന്നെ ഡെന്നിസിന്റെ മോൻ തന്നെയാണ്. ദെൻ എന്താ, ഗ്രാൻഡ് സൺ വരും അല്ലെ. ഡെന്നിസിന്റെ ഗ്രാൻഡ് സൺ ആണ് ടോം. ഇനി തിരിച്ചു ചോദിക്കുവാണ്, ഡെന്നി ഡാനി ആരാണെന്ന് ചോദിക്കുവാണെങ്കിൽ അത് ഗ്രാൻഡ് ഫാദർ എന്ന് പറയുക. ഓക്കെ, ഈ ചോദ്യം ഇൻ ടേംസ് ഓഫ് റിലേഷൻഷിപ്പ് വാട്ട് ഈസ് ടോം ഏതാണ്, ഗ്രാൻഡ് സൺ ആണ്. ഓപ്ഷൻ ബി ഗ്രാൻഡ് സൺ. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. At what angle the hands of a clock are inclined at 50 minutes past 4? ഇതെന്താ, 50 minutes past 4 എന്ന് വെച്ചാൽ 4:50 അല്ലെ. 4 കഴിഞ്ഞ് 50 മിനിറ്റ് അല്ലെ. 4 മണി കഴിഞ്ഞ് 50 മിനിറ്റ് കഴിഞ്ഞു. 4:50 എന്നാണ് ഈ സമയം പറഞ്ഞേക്കുന്നത്. ഇനി ഈ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് എന്താണ്, ആ ഹാൻഡ്സ്, അവർ ഹാൻഡും മിനിറ്റ് ഹാൻഡും തമ്മിലുള്ള ആംഗിൾ ആണ്. അത് പഠിച്ചു വെച്ചേക്കുക. ഒരു ടൈം തന്നിട്ട് അവർ ആൻഡ് മിനിറ്റ് ആൻഡും തമ്മിലുള്ള ആംഗിൾ ചോദിച്ചാൽ ചെയ്യേണ്ടത് ഇത്രയുമാണ്, 30h - 11/2m. ഇത് പഠിച്ചു വെച്ചേക്കുക.
30h minus 11/2m. ഇനി ഇതിനകത്ത് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പോയിന്റ്സ് ഉണ്ട്, അത് പറയാം. ഇവിടെ h എന്താ റെപ്രസെന്റ് ചെയ്യുന്നത്? അവർ ആൻഡിനെ റെപ്രസെന്റ് ചെയ്യുന്നു, m മിനിറ്റിനെയും. അപ്പോൾ ഒരു ടൈം തന്നിട്ടുണ്ടെങ്കിൽ ആംഗിൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 30h minus 11/2m. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഇപ്പൊ നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ആൻസർ വന്നാലും അത് കുഴപ്പമില്ല, പോസിറ്റീവ് ആയിട്ട് പറഞ്ഞാൽ മതി. ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ കിട്ടുന്ന ഈ ചോദിക്കുന്ന ഒരു ടൈം തന്നിട്ട് ചോദിക്കുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും സ്മോളസ്റ്റ് ആംഗിൾ, ചെറിയ ആംഗിൾ ആയിരിക്കും ചോദിക്കുന്നത്. നോക്കി, ഇപ്പം 450 എന്ന് പറയുമ്പം നമുക്ക് ഏകദേശം ഇങ്ങനെ പറയാം അല്ലെ? ഓക്കെ, 450. ഇപ്പൊ ഇത് ഏത് ആംഗിളാണ് ചോദിക്കുന്നത്? ഈ ആംഗിൾ ആയിരിക്കും ചോദിക്കുന്നത്. ഒന്നും പറയാതെ ജസ്റ്റ് ഫൈൻഡ് ആംഗിൾ എന്ന് ചോദിച്ചാൽ സ്മോളസ്റ്റ് ആംഗിൾ ആയിരിക്കും ചോദിക്കുന്നത്. ക്ലിയർ ആണോ? ഇനി റിഫ്ലക്സ് ആംഗിൾ എന്ന് ചോദിക്കുക, അല്ലെങ്കിൽ ലാർജസ്റ്റ് ആംഗിൾ എന്ന് ചോദിച്ചാൽ ഈ ആംഗിൾ ആയിരിക്കും ചോദിക്കുന്നത്. ക്ലിയർ ആണോ? ലാർജസ്റ്റ് ആംഗിൾ ആയിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ ഒന്നും ചോദിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, സ്മോളസ്റ്റ് ആംഗിൾ ആണ് ഈ ചോദ്യം. ഇനി ഇത് ചെയ്ത് നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ, ഇഫ് ആൻസർ ഇസ് ഗ്രേറ്റർ ദാൻ 180 ഡിഗ്രി, 180 ഡിഗ്രിയെ കാട്ടി ഗ്രേറ്റർ ആണെങ്കിൽ അപ്പൊ അത് ലാർജസ്റ്റ് ആംഗിൾ ആയി അല്ലെ? നമുക്കറിയാം ഇതുവരെ ഇത് 180 ആണ്, ഹാഫ് എന്ന് പറഞ്ഞാൽ 180 അല്ലേ? അപ്പൊ അതിനെക്കാട്ടി ചെറുതായിരിക്കും സ്മോളസ്റ്റ് ആംഗിൾ. 180യെ കാട്ടി വലുതാണ് നമ്മുടെ ആൻസർ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ആൻസർ 360 ഡിഗ്രിയിൽ നിന്നും മൈനസ് ചെയ്തിട്ട് പറയുക, അതായിരിക്കും ഫൈനൽ ആൻസർ. ക്ലിയർ ആണോ? അപ്പൊ ഈ ഒരു കണ്ടീഷൻ നിങ്ങൾ നോട്ട് ചെയ്ത് നോക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെന്നല്ല, ജസ്റ്റ് ഈ ഒരു കാര്യം നോട്ട് ചെയ്യുക. എന്താണ്? ഒരു ടൈം തന്നിട്ട് അവർ ആൻഡ് മിനിറ്റ് ആൻഡ് തമ്മിൽ ചോദിച്ചാൽ 30h minus 11/2m. h അവർ എന്നുള്ള സൂചിപ്പിക്കുന്ന നമ്പർ ഇടുക, m മിനിറ്റിനെ സൂചിപ്പിക്കുന്ന നമ്പർ ഇടുക. നമുക്ക് കിട്ടുന്ന ആൻസർ 180 ഡിഗ്രിയെക്കാട്ടിൽ ഗ്രേറ്റർ ആണെങ്കിൽ നമുക്ക് കിട്ടിയ ആൻസറിൽ നിന്ന് എന്ത് ചെയ്യണം? 360 ഡിഗ്രി മൈനസ് ചെയ്യുക. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? 450 ആണ് തന്നിരിക്കുന്ന ടൈം എങ്കിൽ ആംഗിൾ കണ്ടുപിടിക്കാനാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, 30 into 4 minus 11/2 into 50. സോൾവ് ചെയ്താൽ പോരായോ? 120 മൈനസ് ഇവിടെ 25 ആയി, 25 into 11 275. ഞാൻ നേരത്തെ പറഞ്ഞാലേ മൈനസ് വന്നാൽ കുഴപ്പമില്ല, പോസിറ്റീവ് ആൻസർ ഇത് ചെയ്യുക, മൈനസ് ചെയ്യുക, പോസിറ്റീവ് ആൻസർ പറഞ്ഞാൽ മതി. സോ 275 മൈനസ് 120, 5 155. സോ ആൻസർ 155 ഡിഗ്രി. നമ്മുടെ ആൻസർ 180യെക്കാട്ടി ചെറുതായതുകൊണ്ട് നമുക്ക് സ്മോളസ്റ്റ് ആംഗിൾ തന്നെയാണ് കിട്ടിയത്. സോ അത് തന്നെയാണ് നമ്മുടെ ആൻസർ അല്ലേ? ഓപ്ഷൻ സി 155. ഇനി ആ ഒരു പോയിന്റ് കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. നമ്മുടെ കിട്ടുന്ന ആൻസർ നമ്മൾ ഈ ചെയ്ത് കിട്ടുമ്പോൾ കിട്ടുന്ന ആൻസർ 180യെക്കാട്ടി ഗ്രേറ്റർ ആയിട്ടാണ് വരുന്നതുണ്ടെങ്കിൽ ഫൈനൽ ആൻസർ എങ്ങനെയാ പറയേണ്ടത്? 360 ഡിഗ്രി മൈനസ് നമ്മുടെ ആൻസർ പറയുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കലണ്ടർ എന്നുള്ള ഒരു ഏരിയ എന്ന് ചോദിച്ചാൽ പിന്നെ ഡിഗ്രി പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കലണ്ടർ, ക്ലോക്ക്, ഇതിൽ നിന്നൊക്കെ ചോദ്യം റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. ഓക്കെ, നോക്കിയേ, ഇഫ് 6th day of a month is 2 days earlier than Thursday, then what day will be on 18th day of the month? ഇത് കലണ്ടറിൽ നമ്മൾ പഠിക്കുന്ന ഒരു ടൈപ്പാണ്. അതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഒരു ചോദ്യം വന്നു എന്നുള്ളതേ ഉള്ളൂ. ഞാൻ ആദ്യം ആ ഒരു ടൈപ്പ് പറഞ്ഞുതരാം. എന്ന് വെച്ചാൽ എന്താണ്ട്, ഇപ്പൊ ഒരു ഡേറ്റ് പറയും, ഇപ്പം മാർച്ച് 6th ട്യൂസ്ഡേ എന്ന് പറയുന്നു എങ്കിൽ മാർച്ച് 12 ഏത് ഡേ ആണെന്ന് ചോദിക്കുന്നു. അതായത് സെയിം ഇയർ, അതായത് ടൈപ്പ് ഇങ്ങനെയാണ്, സെയിം ഇയർ ഡിഫറൻറ്റ് ഡേറ്റ്. ഓക്കെ, അങ്ങനെ നമ്മൾ കുറേ ടൈപ്പ് കലണ്ടറിൽ പഠിക്കുന്നുണ്ട്. അതിൽ ഒരു ടൈപ്പാണ് സെയിം ഇയർ ഡിഫറൻറ്റ് ഡേറ്റ്. അതായത് ഒരേ വർഷത്തിൽ തന്നെ മാർച്ച് 6 തന്നിട്ടുണ്ട്, മാർച്ച് 12 സെയിം മന്ത് വരണമെന്നൊന്നുമില്ല, ഇങ്ങനെയും ചോദിക്കാം. മാർച്ച് 6 വെനസ്ഡേ ആണ് തന്നിട്ടുണ്ട് എങ്കിൽ ജൂൺ 5 ഏത് ദിവസം, ഇങ്ങനെയും ചോദിക്കാം. ഓക്കെ, അതേ ഒരു വർഷത്തിൽ തന്നെ ഏത് ഡേറ്റ് വേണമെങ്കിലും ആകാം. അതാണ് സെയിം ഇയർ ഡിഫറൻറ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പ് ഇത്രയേ ഉള്ളൂ. ഈ ഒരു ഗ്യാപ്പിൽ എത്ര ദിവസം ഉണ്ടെന്ന് കണ്ടുപിടിക്കുക. അതായത് മാർച്ച് 6 പറഞ്ഞു, അതിനുശേഷം മാർച്ച് 12 വരെ ഇനി എത്ര ദിവസങ്ങളുണ്ടെന്ന് കണ്ടുപിടിക്കുക. ഇവിടെയും അതുപോലെ തന്നെ മാർച്ച് 6 പറഞ്ഞു, ഈ ഒരു ഗ്യാപ്പിൽ എത്ര ദിവസങ്ങളുണ്ടെന്ന് കണ്ടുപിടിക്കുക. അതായത് മാർച്ച് കഴിഞ്ഞ് എന്തോരും, ഏപ്രിൽ ഉണ്ട്, മെയ് ഉണ്ട്, ജൂൺ ഉണ്ട് അല്ലേ? അതിലെല്ലാം കൂടെ ചേർന്ന് എത്ര ദിവസങ്ങൾ, അതിന് നമുക്ക് എളുപ്പ വഴികളുണ്ട്. അതിന് ചേർന്ന് എന്താ നമ്മൾ ഈ ദിവസങ്ങൾ എത്ര ഉണ്ടെന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, ആ ദിവസങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ആ കിട്ടിയ ദിവസം, ഇപ്പൊ നമുക്കൊരു നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ആ നമ്പറിനെ എന്ത് ചെയ്യണം? 7 കൊണ്ട് ഡിവൈഡ്, അതായത് 7 ആഴ്ചകൾ എന്നല്ലേ? അപ്പൊ 7 ദിവസങ്ങൾ ഒരാഴ്ചയായിട്ട് കംപ്ലീറ്റ് ആയി, അങ്ങനെ അത്ര അധിക ദിവസം ഉണ്ടെന്ന് കണ്ടുപിടിക്കാനാണ്. അപ്പം ഈ ഒരു ഗ്യാപ്പിലുള്ള നമ്പർ ഓഫ് ഡേയ്സ് നമ്മൾ കണ്ടുപിടിക്കുക, അതിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ കണ്ടുപിടിച്ചു.
ദെൻ ഈ പറഞ്ഞിരിക്കുന്ന ഈ ദിവസത്തിന്റെ കൂടെ ആ റിമൈൻഡർ അങ്ങ് ആഡ് ചെയ്താൽ മതി. ഇപ്പൊ 3 എന്നാ കിട്ടിയെങ്കിൽ ട്യൂസ്ഡേ പ്ലസ് 3, അതായത് ട്യൂസ്ഡേ കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞ്. ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ പറയുന്നത് എന്താ? ഇഫ് 6th day of a month is 2 days earlier than Thursday എന്ന് പറഞ്ഞാൽ ഏതോ ഒരു മാസത്തിന്റെ 6th എന്ന് പറയുന്നത് തേഴ്സ്ഡേ കാട്ടിൽ 2 days earlier ആണ് എന്ന് വെച്ചാൽ വെനസ്ഡേ ട്യൂസ്ഡേ, അതായത് ട്യൂസ്ഡേ ആണ്. 6th എന്ന് പറയുന്നത് ട്യൂസ്ഡേ ആണ്. What day will be it on 18th day of the same month? എന്നാൽ 18th എത്ര ആണെന്ന് അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് അതേ മാസത്തിലെ അല്ലെ അതേ വർഷവും അതിന് അവിടെ ജസ്റ്റ് അങ്ങനെ സ്പെസിഫൈ ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. 6th ട്യൂസ്ഡേ ആണെങ്കിൽ 18th എത്ര ആണ്. അപ്പൊ ഈ ഒരു ഗ്യാപ്പ് കണ്ടുപിടിച്ചേ. എത്ര ഉണ്ട്? ഇനി 12 ദിവസങ്ങളൂടെ ഉള്ളത് അല്ലെ. ഈ ഒരു 2 ഡേറ്റുകൾ തമ്മിലുള്ള ഗ്യാപ്പ് കണ്ടുപിടിക്കുക 12. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? ആ 12നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്തേ 1 7 5 അല്ലെ. അതായത് ഒരാഴ്ചയും ഉണ്ട് അധികമായിട്ട് 5 ദിവസവും ഉണ്ട്. അതാണ് ഇതിന്റെ അർത്ഥം. 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര ആഴ്ചയുണ്ട്, എത്ര അധിക ദിവസങ്ങൾ വരുന്നു എന്നാണ് നമ്മൾ ഈ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഗ്യാപ്പിൽ വരുന്ന ദിവസങ്ങൾ കണ്ടുപിടിക്കുക. അത് മാസങ്ങളാണെങ്കിൽ ആ മാസം വെച്ച് നമ്മൾ അത്ര എണ്ണം എടുക്കുക. അതിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ കണ്ടുപിടിക്കുക. പിന്നെ എന്താ ചെയ്യേണ്ടത്? ട്യൂസ്ഡേ പ്ലസ് 5. ട്യൂസ്ഡേ കഴിഞ്ഞ് 5 ദിവസം എണ്ണുക. വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ അല്ലെ. സോ ആൻസർ സൺഡേ ആയിരിക്കും. ക്ലിയർ അല്ലേ? അപ്പൊ ഇവിടെ ഈ ഒരു മാർച്ച് 6 എന്നും ഇവിടെ ജൂൺ 18 എന്നും ഒക്കെ വന്നാൽ ഇവർ തമ്മിലുള്ള ദിവസങ്ങൾ കണ്ടുപിടിക്കുക. അതിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. റിമൈൻഡർ കണ്ടുപിടിക്കുക. തന്നിരിക്കുന്ന ദിവസത്തിന്റെ കൂടെ 5 ദിവസം കൂട്ടി പറയുക. ക്ലിയർ അല്ലേ? സോ ആൻസർ എന്ത് വരും? സൺഡേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A class of girls stands in a single line. One girl is 17th in order from both the ends. How many girls are there in the class? റാങ്കിങ് എന്ന് പറഞ്ഞ റീസണിങ്ങിലുള്ള ഒരു ഏരിയ ആണിത്. എന്ന് പറയുമ്പോൾ ഇത്രയും കാര്യം മനസ്സിലാക്കുക. ഒരു റോയിൽ കുറെ ആൾക്കാർ നിൽക്കുന്നു. ഒരാളുടെ പൊസിഷൻ പറയുവാണ്. ഇപ്പൊ ഒരാൾ ഇവിടെ നിൽക്കുന്ന ആളുടെ പൊസിഷൻ ഫ്രണ്ടിൽ നിന്ന് എക്സാമത്തെ പൊസിഷൻ ആണ്. അതേപോലെ ബാക്കിൽ നിന്ന് വയ്യാമത്തെ പൊസിഷനാണ്. ഈ ഒരാളുടെ തന്നെയാണ് പറയുന്നത്. ഈ ആള് ഫ്രണ്ടിൽ നിന്ന് എണ്ണിയാൽ അയാൾ എക്സാമത്തെ ആളായിട്ടും ബാക്കിൽ നിന്ന് എണ്ണിയാൽ വയ്യാമത്തെ ആളായിട്ടുമാണ് നിൽക്കുന്നതെങ്കിൽ ഈ ക്ലാസ്സിൽ എത്ര ആൾക്കാരുണ്ടെന്ന് ചോദിച്ചാൽ ഇത് ചെയ്താൽ മതി. x + y - 1. ക്ലിയർ ആണോ? ഫ്രണ്ടിൽ നിന്നുള്ള വാല്യൂവും ബാക്കിൽ നിന്നുള്ള വാല്യൂ കൂടെ കൂട്ടുക, 1 കുറയ്ക്കുക. അതാണ് ഈ ഒരു റോയിൽ നിൽക്കുന്ന ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്തേ. ഒരു ക്ലാസ്സിൽ ഒരാൾ എന്താ ഫ്രണ്ടിൽ നിന്ന് ഇവിടെ നിന്ന് 17th ബാക്കിൽ നിന്നും 17 തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ക്ലാസ്സിൽ എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ 17 + 17 - 1 34 - 1 33. ക്ലിയർ അല്ലേ? ഓപ്ഷൻ ബി 33. ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. സീരീസിലെ ക്വസ്റ്റ്യൻ ആണ് അല്ലെ. 5 10 26 50 എക്സെട്ര അപ് ടു 170. സീരീസ് പഠിക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊന്ന് ബൈഹാർട്ട് ചെയ്ത് വെച്ചേക്കണം. അതായത് പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് അല്ലെ. 2 3 5 7 11 13 അങ്ങനെയുള്ള കുറച്ചൊരു 50 വരെയെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു 100 വരെയെങ്കിലും ഒന്ന് കണ്ടാൽ മനസ്സിലാവുന്ന രീതിയിൽ നമ്മളൊന്ന് പഠിച്ചു വെച്ചേക്കുക. അതേപോലെ സ്ക്വയേഴ്സ്, നമ്പറുകളുടെ സ്ക്വയർ 1 സ്ക്വയർ 1 2 സ്ക്വയർ 4 3 സ്ക്വയർ 9 4 സ്ക്വയർ 16 5 സ്ക്വയർ 25 അല്ലെ. അങ്ങനെയുള്ള സ്ക്വയറുകൾ നമ്മൾ പഠിച്ചു വെച്ചേക്കുക. അതേപോലെ തന്നെ ക്യൂബുകൾ. ഓക്കെ, 1 2 സ്ക്വയർ 8 3 സ്ക്വയർ 27 4 സ്ക്വയർ 64 ഇതേപോലുള്ള ക്യൂബുകളും നമ്മൾക്ക് ഒരു 10 വരെയെങ്കിലും ഉള്ള ക്യൂബുകൾ, സ്ക്വയറുകൾ ഇതൊക്കെ ഒന്ന് ബൈഹാർട്ട് ചെയ്ത് വെച്ചേക്കുക. അപ്പൊ നമ്മൾ സീരീസ് കാണുമ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കണം. അതായത് നമ്പേഴ്സ് കാണുമ്പോൾ നമ്മുടെ സ്ക്വയറുകളുടെ അടുത്തുള്ളതാണോ ക്യൂബുകളുടെ അടുത്തുള്ളതാണോ എന്ന് നമുക്ക് നോക്കാം. മനസ്സിലായോ? നമ്മൾ മെയിൻ ആയിട്ട് പറയുമ്പോൾ സീരീസ് നമ്മൾ ഡിഫറൻസ് എടുത്ത് നോക്കും അല്ലെ. ഡിഫറൻസ് എടുത്ത് നോക്കുക. അത് നമ്മൾ ആദ്യം നോക്കുക. അതിനുശേഷം എന്താണ് ഇവിടെ നിങ്ങൾക്ക് ഡിഫറൻസ് എടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല വലിയ ചേഞ്ചുകളാണ് അല്ലെ. വലിയ ചേഞ്ചുകളാണെങ്കിൽ അവിടെ മൾട്ടിപ്ലിക്കേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ളതായിരിക്കും. മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് പവറുകൾ എടുക്കാം. അതായത് സ്ക്വയറുകൾ എടുക്കാം, ക്യൂബുകൾ എടുക്കാം, അങ്ങനെയും ആകും. ക്ലിയർ ആണോ? അപ്പൊ ഇവിടെ ഒന്ന് നോക്കിയേ. 5 10 26 50 ഇതൊക്കെ പറഞ്ഞാൽ നമ്മൾ സ്ക്വയറുകൾ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ ആ സ്ക്വയറുകളുടെ അടുത്തുള്ളതാണ് നമുക്ക് നോക്കാം അല്ലെ. 4 അടുത്ത്, അതേപോലെ 9 അടുത്ത്, 25 അടുത്ത്, 49 അടുത്ത് അല്ലെ. അപ്പൊ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഇത് 2 സ്ക്വയർ + 1 ആണ്, ഇത് 3 സ്ക്വയർ + 1 ആണ്, ഇത് 5 സ്ക്വയർ + 1 ആണ്, ഇത് 7 സ്ക്വയർ + 1 ആണ്.
അപ്പൊ അടുത്ത എന്തായിരിക്കും? ഈ എഴുതിയേക്കുന്ന എന്താ? 2, 3, 5, 7 അത് പ്രൈം നമ്പേഴ്സ് ആണ് അല്ലെ? അവിടെ ഒരു പാറ്റേൺ ഉണ്ട്, അത് പ്രൈം നമ്പർ ആണ്. 7 കഴിഞ്ഞിട്ടുള്ള പ്രൈം നമ്പർ ഏതാണ്? 11 ആണ്. സോ 11 സ്ക്വയർ പ്ലസ് 1 ഇറ്റ് ഈസ് 121 പ്ലസ് 1 122. ഓപ്ഷൻ ബി. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. How many triangles are there in the following figure? ഈ ഒരു ഫിഗറിൽ എത്ര ട്രയാങ്കിൾസ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്ത് പറയാൻ. നിങ്ങൾക്ക് പല രീതിയിൽ നമുക്കിത് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഈ ചെറുത് ഒക്കെ കൗണ്ട് ചെയ്ത് വലുത് അങ്ങനെ ഡിവൈഡ് ചെയ്യുന്നതൊക്കെ കമ്പൈൻ ചെയ്തൊക്കെ ചെയ്യാം. ഒരു എളുപ്പമാർഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് കൗണ്ടിങ് ഫിഗേഴ്സിൽ നമ്മൾ പഠിക്കുന്നത് 2-3 ബേസ് ഫിഗേഴ്സ് നമ്മൾ പഠിച്ചു വെച്ചേക്കും. ഓക്കെ, കുറച്ചും കൂടെ ഒന്ന് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഒരു ബേസ് ഫിഗർ ഇതിനകത്തുണ്ട്. എന്ന് വെച്ചാൽ നോക്കിയേ, ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഈ ഒരു ഫിഗറിൽ ഇപ്പൊ നോക്കണ്ട, ഈ ഒരു ഫിഗറിൽ എത്ര ട്രയാങ്കിൾസ് ഉണ്ടെന്നൊന്ന് കൗണ്ട് ചെയ്ത് പറഞ്ഞേ. എന്താണ്? ഇത് 1, ഇത് 2, ഈ വലുത് 3 അല്ലെ? അപ്പൊ ഇങ്ങനെ ഒരു ബേസ് ഫിഗർ കണ്ടാൽ ഇതിൽ 3 എണ്ണം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്ന് വെച്ചാൽ അത് ചെയ്യുന്നതാണ്ട് ഈ ബേസിനെ ഇങ്ങനെ ഡിവൈഡ് ചെയ്തേക്കല്ലേ, 1, 2 രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ഇതിന്റെ ആൻസർ 1 + 2 3 ട്രയാങ്കിൾസ് ഉണ്ട്. ഇതാണ് ഒരു ബേസ് ഫിഗർ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഇത് ഇതേപോലത്തെ ആണെങ്കിലും നോക്കിയേ, ഈ ഒരു ഫിഗറിൽ എത്ര ട്രയാങ്കിൾസ് ഉണ്ടെന്ന് എണ്ണുന്നത് എങ്ങനെയാണ്? 1, 2, 3, 4 1 + 2 + 3 + 4 നോക്കിയേ 7, 10 10 ട്രയാങ്കിൾസ് ഉണ്ട് ഇതിനകത്ത്. നമ്മളിങ്ങനെ കൗണ്ട് ചെയ്ത് പിന്നെ ഒരുമിച്ചുള്ളത് രണ്ടെണ്ണം വീതം ഉള്ളതെല്ലാം കൗണ്ട് ചെയ്ത് പോകുമ്പോൾ നമുക്ക് 10 കിട്ടും. മനസ്സിലായോ? അങ്ങനെ ഒരു ബേസ് ഫിഗർ ആണ് നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നത്. അങ്ങനെ 2-3 ബേസ് ഫിഗേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഈ ഒരു ഫിഗർ ചോദിച്ചേക്കുന്ന ബേസ് ഫിഗർ ഇതാണ്. കണ്ടോ? ഈ ഒരു ബേസ് ഫിഗർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരെണ്ണം കണ്ടാൽ അതിൽ 3 എണ്ണം ഉണ്ടെന്ന് മനസ്സിലാക്കുക. ആ 3 എണ്ണം വരുന്നത് എങ്ങനെയാണെന്നും കൂടെ മനസ്സിലാക്കുക. ഇത് 1, ഇത് 2, പിന്നെ 2ഉം കൂടെ ചേർന്നിട്ടുള്ള അല്ലെ? അപ്പൊ ഇവിടെ നമ്മൾ ഇത് 4 എണ്ണം പിന്നെ ഇങ്ങനെ ചേർന്നുള്ള എല്ലാം കൂടെ കൗണ്ട് ചെയ്യുന്നതാണ്. ഓക്കെ, ഇപ്പൊ ഇങ്ങനെ ഒരു 5 എണ്ണം ഉണ്ടെങ്കിൽ 1 + 2 + 3 + 4 + 5 ആണ്. ക്ലിയർ അല്ലേ? ഇനി അതേപോലെ നമുക്കറിയാവുന്ന കാര്യമാണ് 1 + 2 + 3 എക്സെട്ര അപ് ടു n എന്നാൽ n × n + 1/2 ആണ് അല്ലെ? അതും നമുക്കറിയാം. അപ്പൊ എന്താ? ഇവിടെ 4 ഉണ്ടെങ്കിൽ 4 × 5/2 അല്ലെ? 7 ഉണ്ടെങ്കിൽ 7 × 8/2. ഓക്കെ, അപ്പൊ നമുക്കിത് എടുത്താല് നോക്കിയേ, ഇത് ഒരെണ്ണം, ഇതിനങ്ങനെ ഡിവിഷൻ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ അത് 1. ഇനി ഇതൊരു ബേസ് ഫിഗർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ എത്ര എണ്ണം വരും? 3 എണ്ണം വരുന്നുണ്ട് അല്ലെ? സോ +3. പിന്നെ ഇത് നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഇതിനകത്തും അല്ലെ, ഇങ്ങനെ ഒരു ബേസ് ഫിഗർ അല്ലേ, അതിനകത്തും 3 അല്ലെ? അങ്ങനെ കിട്ടി. ഇനി ഇപ്പൊ നോക്കിയേ, ഇത് 1, ഈ ഒരു ബേസ് ഫിഗർ 3, ഈ ഒരു ബേസ് ഫിഗർ 3, അങ്ങനെ അത്രയും കിട്ടി. ഇനി നോക്കിയേ, ഈ വലിയത് ഇങ്ങനെ ഒരു വലുതില്ലേ, അതും ഇതുപോലെ തന്നെ അല്ലേ? വലിയ ട്രയാങ്കിൾ ഒരു ബേസ് ഫിഗർ അല്ലേ? 1, 2, 3 അങ്ങനത്തെ വലിയ ബേസ് ഫിഗർ 3. അതേപോലെ നോക്കിയതാണ്ട് ഇത് ഇങ്ങനെ ഡിവൈഡ് ചെയ്തേക്കുന്നു. അവിടെ നമ്മൾ അതായത് ഇങ്ങനെ വെച്ചേക്കും. അതായത് ഇതേ ട്രയാങ്കിൾ തന്നെ ഈ വരയില്ല, ഇവിടെ ഇങ്ങനെ ഡിവൈഡ് ചെയ്തേക്കുക അല്ലെ? അവിടെ നമ്മൾ 3 എണ്ണരുത്, കാരണം ഇത് 1, ഇത് 2. ഇനി ഈ 3 എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കൗണ്ട് ചെയ്ത ബിഗ് ട്രയാങ്കിൾ തന്നെ അല്ലേ? അതുകൊണ്ട് അവിടെ വീണ്ടും അത് എക്സ്ട്രാ പറയണ്ട. ഇത് നമ്മൾ പറഞ്ഞു ഈ 3 പറഞ്ഞാൽ ഈ ബിഗ് ട്രയാങ്കിൾ അല്ലെ, ഇങ്ങനെയുള്ളത് പറഞ്ഞു. ഇനി എന്താണ്ട് ഇങ്ങനെ അല്ലെ, ഈ ട്രയാങ്കിളിനെ നമ്മൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്തേക്കുന്നത് ഇതിൽ 2 എണ്ണവും കൂടെ. ക്ലിയർ ആണോ? ഇവിടെ ഒരു കൊച്ചത് ഇങ്ങനെ ഇരുന്നത് ഇത് പറഞ്ഞു. പിന്നെ ഇത് ഇവിടുത്തെ ഈ ഒരു ചെറിയ ബേസ് ഫിഗർ പറഞ്ഞു, ഈ ഒരു ചെറിയ ബേസ് ഫിഗർ പറഞ്ഞു അല്ലെ? അപ്പൊ ഇതൊന്ന്, ഇത് ഒരെണ്ണം മാത്രം നമ്മൾ കൗണ്ട് ചെയ്ത്, ഇതൊരെണ്ണം 3 എണ്ണം ഉണ്ട്, ഇത് 3 എണ്ണം ഉണ്ട്, ഈ വലുതിൽ 3 എണ്ണം ഉണ്ട്, ഈ ചെരിഞ്ഞ വെച്ചേക്കുന്നതിനകത്ത് 2 എണ്ണം, കാരണം ഓൾറെഡി ഒരെണ്ണം നമ്മൾ വലുത് എടുത്തതായതുകൊണ്ട്. ക്ലിയർ ആണോ? അങ്ങനെ എത്ര എണ്ണം വരും? 12 എണ്ണം. 12 ട്രയാങ്കിൾസ് ആണ് വന്നേക്കുന്നത്. ഓപ്ഷൻ ഡി. ഓക്കെ, അപ്പൊ ആ ബേസ് ഫിഗർ മനസ്സിലാക്കുക. ഇങ്ങനെ ഒരു ബേസ് ഫിഗർ 1, 2 1 + 2 = 3. ഒരു ബേസ് ഫിഗർ കൂടെ പറഞ്ഞുതരാം. നോക്കി, ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ആണെങ്കിൽ എത്ര എണ്ണം ഉണ്ട്? ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ആണെങ്കിൽ ജസ്റ്റ് ഇത് എണ്ണിയാൽ മതി. 1, 2, 3, 4 ട്രയാങ്കിൾസ് ആയിരിക്കും ഇതിനകത്തുള്ളത്. ക്ലിയർ ആണോ? ഇങ്ങനെ പാരലൽ ആയിട്ട് ഇത് ഇങ്ങനെ ബേസിനെ ഇങ്ങനെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പ്ലസ് ചെയ്യും അല്ലെ? 1 + 2 = 3. ഇത് ഒന്നാമത്തെ ബേസ് ഫിഗർ ആണ്, ഇത് രണ്ടാമത്തെ ബേസ് ഫിഗർ. നോക്കിയേ, 1, 2, 3, 4 ട്രയാങ്കിൾസ് ആണ് മൊത്തത്തിലുള്ളത്. ഇത് എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചാൽ 1, 2, 3, 4, 5 ട്രയാങ്കിൾസ് ആണ് ഇത് കൗണ്ട് ചെയ്താൽ മൊത്തത്തിൽ ഉള്ളത്. ക്ലിയർ ആണോ? ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ റീസണിങ്ങിൽ നിന്ന് ഏതൊക്കെ നമ്മൾ ഇപ്പൊ പഠിച്ചത്? കലണ്ടറി എന്നുള്ളതുണ്ട്, ക്ലോക്ക് ഉണ്ട്, കൗണ്ടിങ് ഫിഗേഴ്സ്, സീരീസ് അല്ലെ? അപ്പൊ അതേപോലെ ബ്ലഡ് റിലേഷൻ, ഇതേപോലെയുള്ള വേറെയും ടോപ്പിക്സിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഏരിയാസ് നന്നായിട്ട് മനസ്സിലാക്കുക. അതേപോലെ ആ ഓരോ ടൈപ്പുകളും നന്നായിട്ട് നമ്മൾ പഠിക്കുക. ഓക്കെ,
അപ്പോൾ നമ്മുടെ ടീം കോമ്പറ്റീവ് ക്രാക്കർ ഡിഗ്രി പ്രിലിംസ്, അതായത് സെക്രട്ടറി അസിസ്റ്റന്റ്, സബ് ഇൻസ്പെക്ടർ പോസ്റ്റ്, ഇതിന് വേണ്ടിയിട്ടുള്ള ഡിഗ്രി പ്രിലിംസിന്റെ ഒരു 40-day മിറാക്കിൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാം, എക്സാം ഡേറ്റിംഗ് വന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഫസ്റ്റ് ഫേസിന്റെയും സെക്കൻഡ് ഫേസിന്റെയും ഡേറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു 40-day മിറാക്കിൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഓരോ ദിവസവും 2 മണിക്കൂർ ലൈവ് വെച്ച് അങ്ങനെ ഒരു 80 hour ലൈവ് ക്ലാസ്സുകളാണ് ഇതിനോട് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അത് കൂടാതെ തന്നെ 10 മോക്ക് എക്സാമുകളും കൂടെ കൊടുക്കുന്നുണ്ട്. അതായത് നമ്മൾ ഈ കാര്യങ്ങൾ വെറുതെ പഠിച്ചത് കൊണ്ട് മാത്രം കാര്യമുണ്ടോ? ഇല്ല അല്ലെ. എക്സാം എഴുതുന്നതിന് മുന്നേ തന്നെ നമ്മൾ മോക്ക് ടെസ്റ്റുകൾ എഴുതിയാൽ മാത്രമേ എക്സാം നമുക്കൊരു പേടിയില്ലാതെ നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റൂ, അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലെ. അതിന് വേണ്ടിയിട്ടുള്ള 10 മോക്ക് എക്സാമുകളും ഉണ്ട്. അപ്പോൾ ഈ കോഴ്സിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.